എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിച്ചാൽ ആർക്കു വേണ്ടിയാണ്, എന്താണ് അതിന് പിന്നിൽ, ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ CPIM-ന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് CPIM പ്രവർത്തിച്ചു പോകുന്നത്. ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. CPIM-ന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളുണ്ട്. അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചഴിച്ച് കളയാം എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതാ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല. ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല. ഏത് കൂട്ടരെയാണോ തൻ്റെ പക്ഷത്തേക്ക് അണിനിരത്താമെന്ന് ഇതിലൂടെ വ്യാമോഹിക്കുന്നത്, ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം. അതാണ് നമ്മുടെ നാട്. മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊനം, നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ, അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ്. ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഇവിടെ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് CPIM നടത്തുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടായാലും. ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ. ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളയാം. അങ്ങനെ CPIM-നെയും അതിൻ്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്.